അയ്യപ്പ സംഗമത്തിലെ ക്രമക്കേടിൽ പ്രതികരണവുമായി മുൻ ദേവസ്വം പ്രസിഡന്റ് PS പ്രശാന്ത്. സംഘാടന ചെലവുമായി ബന്ധപ്പെട്ട് തെറ്റിദ്ധാരണ പലർത്താൻ ചിലർ ശ്രമിക്കുന്നു. സംഘാടന ചെലവിന് ലഭിച്ച 3 കോടി രൂപയും സ്പോൺസർഷിപ്പിലൂടെ ലഭിച്ചെന്നാണ് പ്രശാന്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. വിവരങ്ങളുമായി വിനീഷ് ഒപ്പം ചേരുന്നു. വിനീഷ്, വല്ലാതെ മെഴുകുന്നുണ്ടല്ലോ PS പ്രശാന്ത്, അല്ലേ? തീർച്ചയായിട്ടും അല്പസമയം മുമ്പാണ് PS പ്രശാന്ത് മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഇത്തരത്തിലുള്ള ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് ആഗോള അയ്യപ്പ ഭക്ത സംഗമവുമായി ബന്ധപ്പെട്ടുള്ള വൻ ക്രമക്കേടുകളെ സംബന്ധിച്ചുള്ള ഓഡിറ്റ് റിപ്പോർട്ട് പുറത്തു വന്നു. കോടതിയുടെ വിമർശനം പുറത്തു വന്നിരിക്കുന്ന സാഹചര്യത്തിലാണ് PS പ്രശാന്ത് നിലപാട് വ്യക്തമാക്കിക്കൊണ്ട് ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത്. ആഗോള അയ്യപ്പ ഭക്ത സംഗമത്തിലെ ക്രമക്കേട് അത് തെറ്റിദ്ധാരണ പരത്തുന്നതാണ് എന്നാണ് PS പ്രശാന്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. പ്രതികരണം: സംഘാടന ചെലവുമായി ബന്ധപ്പെട്ട് തെറ്റിദ്ധാരണ പരത്താൻ ചിലർ ശ്രമിക്കുന്നു. സംഘടനാ ചിലവിന് ഇതുവരെ ലഭിച്ചത് 3 കോടി മാത്രം. ചെലവഴിച്ച 3 കോടി രൂപയും സ്പോൺസർഷിപ്പിലൂടെ ലഭിച്ചതാണെന്നാണ് PS പ്രശാന്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലെ സാരാംശം. ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് ഇത്തരത്തിലാണ് PS പ്രശാന്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് തുടങ്ങുന്നത്. അയ്യപ്പ സംഗമത്തിന്റെ സംഘാടന ചിലവുമായി ബന്ധപ്പെട്ട് തെറ്റിദ്ധാരണ പരത്തുവാൻ ശ്രമിക്കുന്നു. അയ്യപ്പ സംഗമത്തിൽ സംഘാടനത്തിനായി ഇതുവരെ ചെലവഴിച്ചത് വെറും 3 കോടി രൂപ മാത്രമാണ്. ഈ 3 കോടി രൂപ പൂർണ്ണമായും സ്പോൺസർഷിപ്പായി കിട്ടിയതാണ്. 1 കോടി രൂപ കൂടി ഇനി സ്പോൺസർഷിപ്പായി വന്നിട്ടുണ്ടെന്നാണ് അറിഞ്ഞത്. മതപരമായ സമ്മേളനങ്ങൾ, പ്രഭാഷണങ്ങൾ എന്ന ഹെഡിൽ നിന്നാണ് ഈ 3 കോടി രൂപ സംഘാടനത്തിന് വേണ്ടി അഡ്വാൻസായി എടുത്തിരുന്നു. സ്പോൺസർഷിപ്പ് കിട്ടിയ മുറയ്ക്ക് അത് 17/10/2025 കൃത്യമായി തന്നെ തിരിച്ചടക്കുകയും ചെയ്തു. ഇല്ലാതെ 1 രൂപ പോലും ഇതുവരെ ദേവസ്വം ബോർഡിൽ നിന്നും ചിലവഴിച്ചിട്ടില്ല എന്നാണ് PS പ്രശാന്ത് പറയുന്നത്. ആകെ ചിലവായ തുകയെ സംബന്ധിച്ച് ദേവസ്വം കമ്മീഷണർ 4/11/2025 കോടതിയിൽ നൽകിയ ഇടക്കാല റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന തുക 4.5 കോടിയും GSTയും എന്നതാണ്. എന്നാൽ ഇപ്പോൾ വന്നിരിക്കുന്ന റിപ്പോർട്ട് എന്തടിസ്ഥാനത്തിലാണ് എന്നത് സംബന്ധിച്ചുള്ള അന്വേഷണം വേണമെന്ന ഒരു നിലപാടാണ് PS പ്രശാന്ത് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പറയുന്നത്. കഴിഞ്ഞ ദിവസം ദേവസ്വം മന്ത്രി ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞതുപോലും 5 കോടിയിലധികം രൂപയുടെ ചിലവ് വന്നു എന്ന് ദേവസ്വം ബോർഡ് മന്ത്രി തന്നെ പറയുന്ന സാഹചര്യമുണ്ടായി. പക്ഷേ ഓഡിറ്റ് റിപ്പോർട്ടിനെ സംബന്ധിച്ച് യാതൊന്നും അറിയില്ല എന്ന് PS പ്രശാന്ത് പറയുമ്പോൾ പിന്നെ എന്തടിസ്ഥാനത്തിലാണ് ഹൈക്കോടതിയിൽ ഇത്തരത്തിലുള്ള ഒരു റിപ്പോർട്ട് പുതിയ ഭരണസമിതി നൽകിയത്, അല്ലെങ്കിൽ പുതിയ ദേവസ്വം പ്രസിഡന്റിന്റെ കീഴിലുള്ള ഭരണസമിതി നൽകിയത് എന്നത് സംബന്ധിച്ചുള്ള ചർച്ച ഉയർന്നു വരുന്നുണ്ട്, സംശയം ഉയർന്നു വരുന്നുണ്ട്. ഒപ്പം തന്നെ ഈ എക്സ്പെൻസിന്റെ സംബന്ധിച്ച് കോടതിയിൽ 2025 നൽകിയ ആ ഒരു എക്സ്പെൻസ്, ഈ പരിപാടി നൽകിയതിനു ശേഷം നൽകിയ എക്സ്പെൻസിന്റെ ഒരു ഡീറ്റെയിൽസ് PS പ്രശാന്ത് കോടതിയിൽ നൽകിയതെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അതും ഫേസ്ബുക്ക് പോസ്റ്റിൽ തെളിവായി ഇപ്പോൾ പോസ്റ്റ് ചെയ്തിരിക്കുകയാണ്. എന്തായിരുന്നാലും നിലവിലെ സാഹചര്യത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിരിക്കുന്നത് ഈ വിഷയത്തിൽ കൃത്യമായി എത്ര രൂപ ചിലവായി എന്ന സംബന്ധിച്ചുള്ള സംശയം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. നേരത്തെ നമുക്ക് ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് നിലപാട് 8 കോടിയിലധികം രൂപ ചിലവഴിച്ചു എന്ന സംബന്ധിച്ചുള്ള കൃത്യമായ വിവരം ഓഡിറ്റ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ വരുന്നു. ഒപ്പം തന്നെ ഓഡിറ്റിലെ പരാമർശം എന്ന് പറയുന്നത് 4.04 കോടി രൂപ ഊരാളുങ്കൽ സൊസൈറ്റിക്ക് മാത്രം നൽകാനുണ്ട്. ഒപ്പം തന്നെ എടുത്തു പറയേണ്ടത് ഈ ബാർ അറ്റാച്ച്മെന്റ് ഹോട്ടലുകൾക്ക്, പ്രത്യേകിച്ച് സർക്കാർ ഗസ്റ്റായി ക്ഷണിച്ച നിരവധി പേർ അതിഥിയായി വന്ന് താമസിച്ചത് ഈ ബാർ അറ്റാച്ച്മെന്റ് ഹോട്ടലുകളിലാണ്. അവിടെ താമസിച്ചവർക്ക് പോലും ഏകദേശം ലക്ഷക്കണക്കിന് രൂപ വിവിധ ഹോട്ടലുകളിലായി നൽകാനുണ്ട് എന്ന സംബന്ധിച്ചുള്ള ഓഡിറ്റ് റിപ്പോർട്ടാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നത്. ആ ഓഡിറ്റ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പരിശോധിക്കുമ്പോൾ ഇത് തമ്മിൽ, പ്രത്യേകിച്ച് മുൻ ദേവസ്വം പ്രസിഡന്റ് ആയിരുന്ന PS പ്രശാന്തും ഇപ്പോഴത്തെ നിലപാടും ദേവസ്വം ബോർഡിന്റെ നിലപാടുകൾ തമ്മിൽ അജഗജാന്തരം വ്യത്യാസമുണ്ട്. എന്തടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു ന്യായീകരണ ക്യാപ്സൂളുമായി PS പ്രശാന്ത് രംഗത്ത് വന്നതെന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല. എന്തായിരുന്നാലും ഈ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടതിന് പിന്നാലെ നമ്മൾ PS പ്രശാന്തിനെ ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിൽ പോലും ഫോൺ സ്വിച്ച് ഓഫ് ആണ്. എന്തായിരുന്നാലും അല്പസമയത്തിനകം തന്നെ PS പ്രശാന്തിന്റെ പ്രതികരണം ഇതുമായി ബന്ധപ്പെട്ട് ലഭിക്കും എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ ഞാൻ നേരത്തെ രാജീവിനോട് ചോദിച്ചതാണ്, അതേ ചോദ്യം ആവർത്തിക്കട്ടെ, പ്രേക്ഷകർ അത് കേൾക്കട്ടെ. അതായത് സ്പോൺസർമാരുടെ പണമുണ്ട്, അത് തിരിച്ചു കൊടുത്തു എന്നൊക്കെയാണ് നിയമസഭയിൽ ദേവസ്വം മന്ത്രി പറഞ്ഞത്. ഒരു സ്പോൺസർ അദാനി ഗ്രൂപ്പാണ്, 1 കോടി രൂപ. ഈ തുറമുഖ വകുപ്പിൻ്റെ മന്ത്രി VN വാസവനാണ്. ഒരു സ്പോൺസർ കേരള ബാങ്കാണ്. സഹകരണ വകുപ്പ് മന്ത്രി VN വാസവനാണ്. മൂന്നാമത്തെ സ്പോൺസർ ധനലക്ഷ്മി ബാങ്കാണ്, 2 കോടി എന്നറിയുന്നു. അതുൾപ്പെടുന്ന ദേവസ്വം മന്ത്രിയും VN വാസവനാണ്. അപ്പോൾ തട്ടിക്കൂട്ടി രക്ഷപ്പെടുകയായിരുന്നോ,
അല്ലെങ്കിൽ തട്ടിക്കൂട്ടി ഇങ്ങനെ ഒരു ആഗോള സംഗമം നടത്തുകയായിരുന്നു ആളെ പറ്റിക്കാനെന്ന് വ്യക്തമല്ലേ? തീർച്ചയായിട്ടും അത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ വകുപ്പുകളൊക്കെ സ്പോൺസർഷിപ്പ് വന്ന തലങ്ങൾ നമ്മൾ പരിശോധിക്കുമ്പോൾ എല്ലാം തന്നെ ഒരേ കേന്ദ്രത്തിൽ നിന്ന്, പ്രത്യേകിച്ച് ദേവസ്വം മന്ത്രിയുടെ ഭാഗത്തു നിന്നുള്ള ഒരു ഇടപെടലിൻ്റെ അടിസ്ഥാനത്തിൽ വന്നത് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത് തട്ടിക്കൂട്ടി പോലും അത്തരത്തിലുള്ള ഒരു പരിപാടി സംഘടിപ്പിച്ചപ്പോഴും അതിൽ പോലും വൻ ക്രമക്കേട് കണ്ടെത്തിയിരിക്കുകയാണ് ഓഡിറ്റ് റിപ്പോർട്ട് എന്ന് പറയുമ്പോൾ അത് കോടതിയിൽ തന്നെ ഈ ഒരു സ്വകാര്യ ഏജൻസി നടത്തിയ ഓഡിറ്റ് റിപ്പോർട്ട് കോടതിയുടെ മേശപ്പുറത്തെത്തുമ്പോഴും കോടതിയുടെ വിമർശനവും ഉണ്ടാകുന്നു. അപ്പോഴും ദേവസ്വം ബോർഡ് മന്ത്രി ഇതുമായി ബന്ധപ്പെട്ടുള്ള കൃത്യമായ മറുപടി നൽകാത്ത ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. അതേ തരത്തിൽ നമ്മൾ പരിശോധിക്കുമ്പോൾ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റായ PS പ്രശാന്ത് ഇപ്പോൾ ഇത്തരത്തിലുള്ള ഒരു നിലപാടുമായി രംഗത്തെത്തിയിരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഏതാണ് ശരി എന്നെ സംബന്ധിച്ചുള്ള ഒരു അവ്യക്തത നിലനിൽക്കുന്നുണ്ട്. നിയമസഭയിൽ ദേവസ്വം മന്ത്രി ഒരു നിലപാട് പറയുന്നു, പുറത്ത് മുൻ ദേവസ്വം പ്രസിഡന്റ് ആയിരുന്ന വ്യക്തി മറ്റൊരു നിലപാട് പറയുന്നു, കോടതിയിൽ വേറൊരു നിലപാടെത്തുന്നു. ഇതിൽ വസ്തുത എന്ത് എന്ന ചോദ്യം, എന്തായിരുന്നാലും ഈ വസ്തുത എന്ന ചോദ്യത്തിന് മറുപടിയായി ലഭിക്കുന്നത് ഇതിൽ തട്ടിപ്പ് നടത്തിയിട്ടുണ്ട്. ഈ തട്ടിപ്പിൽ ഇടപെട്ടത് ദേവസ്വം ബോർഡിൻ്റെയും സർക്കാരിൻ്റെയും ഭാഗമായി നിൽക്കുന്ന ആളുകൾ തന്നെയാണ്, അല്ലെങ്കിൽ ഉദ്യോഗസ്ഥർ തന്നെയാണ്, രാഷ്ട്രീയക്കാർ തന്നെയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. നമുക്ക് കഴിഞ്ഞ ദിവസം ഓഡിറ്റിൻ്റെ മറ്റൊരു പ്രത്യേകത നമുക്ക് പരിശോധിച്ചപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചത് 37 ലക്ഷം രൂപ ഇവിടെ കണക്ക് നമ്മൾ പരിശോധിച്ച സമയത്ത് ആ 37 ലക്ഷം രൂപയ്ക്ക് GST ഇല്ല, താമസ ചിലവ് നടത്തി എന്ന് ഓഡിറ്റിൽ കാണിക്കുന്നുണ്ട്. ആ ഓഡിറ്റിൽ തന്നെ അത് കൃത്യമായി വിവരിക്കുന്നുണ്ട്. 37 ലക്ഷം രൂപയുടെ GST ഇല്ലാതെ ദേവസ്വം ബോർഡിലേക്ക് എത്തുമ്പോൾ ദേവസ്വം ബോർഡിനുണ്ടാകുന്നത് നഷ്ടങ്ങൾ നിരവധിയാണ്. അങ്ങനെ ഏതൊക്കെ തരത്തിലൊക്കെ കൃത്രിമം കാണിക്കാൻ സാധിക്കും, വൻ തട്ടിപ്പുകൾ നടത്താൻ സാധിക്കും. ആ തരത്തിലുള്ള തട്ടിപ്പ് തന്നെയാണ് ഈ ആഗോള അയ്യപ്പ ഭക്ത സംഗമത്തിൽ നടന്നിരിക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. ഇനി വരും മണിക്കൂറുകളിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ തട്ടിപ്പിന്റെ വിവരങ്ങൾ പുറത്തു വരും. കഴിഞ്ഞ 2 ദിവസമായി നമ്മൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആദ്യം കോടതിയുടെ നിരീക്ഷണം, കോടതിയുടെ വിമർശനം ഉണ്ടാകുന്നു. അതിന് തൊട്ടു പിന്നാലെ ഈ സ്വകാര്യ ഏജൻസി നടത്തിയ ഓഡിറ്റ് റിപ്പോർട്ടിന്റെ പകർപ്പ് നമ്മൾ തന്നെ പുറത്തുവിടുന്നു. പുറത്തുവിട്ടതിന് തൊട്ടു പിന്നാലെ വീണ്ടും മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഇത് തെറ്റാണെന്ന് പറയുന്നു. ഈ ഓഡിറ്റ് റിപ്പോർട്ട് എവിടെ നിന്നാണ് വന്നതെന്ന് പരിശോധിക്കണമെന്ന നിലപാട് വ്യക്തമാക്കുന്നു. അതിനിടയിൽ ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സംഗമത്തിലെ ക്രമക്കേടിൽ പ്രതികരണവുമായി മുൻ ദേവസ്വം പ്രസിഡന്റ് PS പ്രശാന്ത് രംഗത്തെത്തുന്നു. സംഘാടന ചെലവുമായി ബന്ധപ്പെട്ട് തെറ്റിദ്ധാരണ പരത്താൻ ശ്രമിക്കുന്നു എന്നാണ് പറയുന്നത്. അങ്ങനെ പറഞ്ഞ് തെറ്റിദ്ധാരണ പരത്താൻ ശ്രമിക്കുന്നത് PS പ്രശാന്താണ് എന്ന് വേണം ഇതുവരെയുള്ള കാര്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ. കാരണം ഹൈക്കോടതിയിൽ സമർപ്പിച്ച ഓഡിറ്റ് റിപ്പോർട്ടിൽ പറയുന്ന കാര്യങ്ങളാണല്ലോ മാധ്യമങ്ങൾ പുറത്തുവിടുന്നത്. വെറുതെ അന്തരീക്ഷത്തിൽ നിന്ന് പിടിച്ചെടുത്ത് പടച്ചുവിടുന്നതല്ല. വിവരങ്ങൾ നൽകുകയായിരുന്നു B. വിനീഷ്.